ജിതിൻ കെ ജോസ് ഒരുക്കിയ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനുമായി എത്രയും ചിത്രം വമ്പൻ വിജയമാണ് നേടിയത്. ഇപ്പോഴിതാ കളങ്കാവലിന്റെ വിജയത്തിന് ശേഷം അടുത്ത സിനിമയുമായി എത്തിയിരിക്കുകയാണ് ജിതിൻ കെ ജോസ്. ഇത്തവണ ജയസൂര്യയാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത്. മാജിക് മൂൺ പ്രൊഡക്ഷന്റെ ബാനറിൽ രാജീവ് ഗോവിന്ദനാണ് സിനിമ നിർമ്മിക്കുന്നത്. റാഫിയും ജിതിനും ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത്. കളങ്കാവലിന്റെ ടെക്നിക്കൽ ക്രൂ എല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിറ്റ് ചിത്രം എന്ന നേട്ടവുമാണ് കളങ്കാവൽ തിയേറ്ററിൽ ഇട്ടിട്ടത്. ആഗോള കളക്ഷൻ 83 കോടിയാണ് ചിത്രം നേടിയത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം വെയ്ഫെയർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്തത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ ഒരുക്കിയ കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ഏഴാമത്തെ ചിത്രം കൂടിയാണ്. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ എത്തിയ മമ്മൂട്ടി ചിത്രം എന്ന നേട്ടവും കളങ്കാവൽ സ്വന്തമാക്കിയിരുന്നു. കുപ്രസിദ്ധമായ സൈനൈഡ് മോഹൻ കേസിനെ ആസ്പദമാക്കി ചിത്രം ഒരുക്കിയത് ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ, മാളവിക, ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. അതേസമയം ജയസൂര്യ ചിത്രം ആട് 3 ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം ചെയ്യുന്ന ചിത്രത്തിന് കേരളത്തിൽ എക്സ്ട്രാ ഷോകളും സ്ക്രീനുകളും കൂട്ടിച്ചേർക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നു. ബിഗ് ബജറ്റ് എപ്പിക് ഫാന്റസി ചിത്രമായി എത്തിയ ആട് 3 വിജയബാബുവിന്റെ ഉടമസ്ഥയിലുള്ള ഫ്രൈഡേ ഫിലിംസ് ഹൗസും ശ്രീ വേണു കുന്നംപുള്ളിയുടെ നേതൃത്വത്തിലുള്ള കാവ്യ ഫിലിംസ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്.